ഞാൻ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ചില കാര്യങ്ങൾ, അതായത് ഇവിടെ വളരെ വീറും വാശിയോടും കൂടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ ഞാൻ കേട്ടു. ഞാൻ വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കാനായിട്ട് കുറച്ച് പേര് അവിടെ നിൽക്കുന്നത് കണ്ടു. അതുപോലെ ഉള്ള ആചാരങ്ങളൊക്കെ നമ്മൾ മാറ്റണം. കാരണം നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മാതിരിയുള്ള രീതിയല്ല അവലംബിക്കുന്നത്. ഇത് മനുഷ്യരുടെ പാർട്ടിയാണ്, സാധാരണക്കാരുടെ പാർട്ടിയാണ്, പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പാടില്ല. നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്നെ ഒരു അന്യനെ പോലെ കാണുന്നു എന്നുള്ളതാണ്. എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ മീറ്റിംഗാണ്. ഞാൻ എല്ലാ ഇതിൻ്റെ സംഘാടകരോടുമായിട്ട് പറയുകയാണ്, കൃത്യമായിട്ട് നിർദ്ദേശം പോയിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവർ ഈ ഇൻകുലാബ് വിളിയും അതുപോലെ തന്നെ ഒരുപാട് ബഹുമാനമൊന്നും കാണിക്കാൻ പാടില്ല. നിങ്ങൾ എന്നെ നിങ്ങളിലൊരാളായിട്ട്, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട്, മകനെ പോലെ, ചേട്ടനെ പോലെ, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ കാണണം. കാരണം ഈ ഇരിക്കുന്ന ഞാൻ വളരെ അതിശയിച്ചു പോയി. ഒട്ടനവധി വേദികളിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദി ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, എൻ്റെ ആവശ്യം ഈ പഞ്ചായത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങളുടെ വിഷമമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ, വന്നാൽ മാത്രമാണ് ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ വിഷമത്തിലിരിക്കുന്ന മുഖങ്ങളൊക്കെ ചിരിക്കാനായിട്ട് എനിക്ക് മാത്രമേ, തൊഴിലേക്ക് മാത്രമേ നിങ്ങളുടെ സന്തോഷത്തിലുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് എന്നെപ്പറ്റി പറയേണ്ട കാര്യമില്ല. വളരെ തൊട്ടടുത്ത് നമ്മൾ തമ്മിൽ ഏതാനും കിലോമീറ്ററുകൾ വ്യത്യാസമേ ഉള്ളൂ. ഞാനൊരു വ്യവസായിയാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. രാഷ്ട്രീയക്കാർ പറയുന്ന ഹൃദയത്തിൽ നിന്നല്ല, അഭിനയത്തിൽ നിന്നാണ്. സിനിമാക്കാരെ പോലെ അഭിനയിക്കുകയാണ് നമ്മൾ. ഞാൻ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി ഇന്ന് ഇവിടെ വരേണ്ടതായിട്ടുള്ള അവസരം വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. 2012 വരെ എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ വ്യവസായം. വീട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് വലിയ കാറിൽ പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് അമേരിക്കയ്ക്കോ ലണ്ടനിലേക്കോ പറക്കുന്നു. അതായിരുന്നു എൻ്റെ ലോകം. 2011 എൻ്റെ അച്ഛൻ മരിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു മൂത്ത സഹോദരനുണ്ട്. അദ്ദേഹം വേറെ വഴിക്ക് പ്രസംഗമൊക്കെ ആയിട്ട് പോയിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും, ഒരാൾ ഒരു വഴിക്ക് പോകും, ഒരാൾ വേറെ വഴിക്ക് പോകും. അവസാനം വീടെത്തുമ്പോഴത്തേക്കും 10-11 മണിയാവും. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 3-4 കാര്യങ്ങൾ മാത്രം, ഒട്ടനവധി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3-4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഞങ്ങൾ അലുമിനിയം വ്യവസായത്തിലുണ്ട്. സ്പൈസസ്, അതായത് കുരുമുളക്, അതിൻ്റെ പൊടി, മസാലയൊക്കെ ഉണ്ടാക്കുന്ന സാറാസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ബാഗുകൾ ഉണ്ടാക്കുന്ന, സ്കൂൾ കുട്ടികളുടെ ബാഗ് ഉണ്ടാക്കുന്ന സ്കൂബിയുടെ ബാഗുകളുണ്ട്. കിറ്റക്സ് ലുങ്കികളുണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട്. അപ്പോൾ ഈ വ്യവസായങ്ങളൊക്കെ നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഒന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതോ വിൽക്കുന്ന കച്ചവടം നിങ്ങൾ തുടങ്ങരുത് എന്ന് പിതാവ് ഞങ്ങളോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2, പണം പലിശയ്ക്ക് കൊടുക്കുന്ന കച്ചവടവും നിങ്ങൾ നടത്തരുത്. ഇത് രണ്ടും മനുഷ്യനെ
ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്യാൻസർ പോലെ കാണുന്ന കൊല്ലുന്ന കച്ചവടങ്ങളാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം 80%, 90% ആളുകൾ താലിമാല വരെ പണയം വെച്ച് അത് നഷ്ടപ്പെട്ടവരാണ്. അതിന് പലിശ പോലും കൊടുക്കാൻ പറ്റാത്തവരാണ്. പ്രാവി നേർന്ന നമ്മൾ ആ പണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ സാധനം കൊണ്ട് വിൽക്കുന്നത്. കള്ള് കുടിക്കുന്നവരെ പറ്റി നമുക്കറിയാം. അല്ലെങ്കിൽ കള്ള് കൊടുത്ത് നമ്മുടെ തലമുറകൾ എത്രയോ നഷ്ടപ്പെടുന്നു. എത്രയോ തലമുറ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കച്ചവടവും നിങ്ങൾ ഒരു കാരണവശാലും തുടങ്ങരുത് എന്ന് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞൊരു കാര്യം, നമ്മുടെ വ്യവസായങ്ങൾ ഇവിടെ വളർന്ന് പന്തലിച്ചു വരുമ്പോൾ അതോടൊപ്പം തന്നെ ഈ നാടും വളർന്നു വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 5 നില 6 നില കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ AC റൂമുകളിൽ ഇരിക്കുന്നു. അതിൻ്റെ ചുറ്റുപാടുകളിൽ ആളുകൾ ടർപ്പായുടെ കീഴിൽ ചൂടും തണുപ്പും മഴയും എല്ലാം കൊണ്ട് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ കിടന്ന് വിഷമിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. നാലാമത് പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാലാമത് പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു, 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന്. ആ ഒരു സ്വപ്നം, ദൗത്യം പൂർത്തിയാക്കാനായിട്ടാണ് 2012 2020 എന്ന ഒരു പ്രസ്ഥാനം ഞങ്ങൾ രൂപം കൊടുത്തത്. അപ്പോൾ അന്ന് ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല. അങ്ങനെ അതിനുവേണ്ടി ഒരു പഠനം നടത്താനായിട്ട് തീരുമാനിച്ചു. കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8000-ഓളം വീടുകളുണ്ട് 2012. ഇന്ന് 12,000-ലധികം വീടുകളുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും 4 പുതിയ വീടുകളാണ് കിഴക്കമ്പലത്തേക്ക് വരുന്നത്. 4 വീടുകൾ ഒരു ദിവസം. അന്ന് 8000 വീടുകളുണ്ട്. ഞാനും എൻ്റെ സഹോദരനും കൂടി ഏതാണ്ട് 7500-ഓളം വീടുകൾ നടന്ന് കയറി. ഓരോ വീടുകളിലും കയറി അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയും കുട്ടികളെയും കണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ നേരിടുന്ന പ്രശ്നം? ഞങ്ങൾ അന്ന് ഒപ്പിയെടുത്ത ചിത്രങ്ങൾ
ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ ഇടത്തലക്കാരന് അതൊരു പുതുമയായിരിക്കില്ല. ഞാനിവിടെ ഇരുന്ന് നമ്മുടെ ഇതിന് മുമ്പിലത്തെ മെമ്പർ ഇതിനെപ്പറ്റി പറയുകയായിരുന്നു. ഇവിടുത്തെ കോളനികളുടെ അവസ്ഥ, ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്ന്. ഞങ്ങൾ കണ്ടത് ഏതാണ്ട് 282 കുടുംബങ്ങൾ നീല ടർപ്പായി വലിച്ചു കെട്ടിയിട്ട് അതിൽ 4 കാലുകൾ കൊടുത്ത് അതിനടിയില് അതിന്റെ സൈഡുകളൊന്നും മറച്ചിട്ടില്ല. ഈ മേലെ ടർപ്പായി മാത്രം 4 കാലുകളുണ്ട്. അതിൽ മൺതിട്ടകൾ ഉണ്ടാക്കിയിട്ട്, മണ്ണിന്റെ തിട്ട ഉണ്ടാക്കിയിട്ട് മനുഷ്യനും പട്ടിയും ആടും കോഴിയും എല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങുക. 282 കുടുംബങ്ങളാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇതേപോലെ സമാനമായിട്ടുള്ള സാഹചര്യം, അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ് എടത്തല പഞ്ചായത്തിൻ്റെ. ഇത് ഒരു പഞ്ചായത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരു പഞ്ചായത്തിൽ 282 കുടുംബങ്ങൾ ഇന്നും നീല ടർപ്പായുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ 943 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഉണ്ട്. അപ്പോ ശരാശരി 3-3.5 ലക്ഷം കുടുംബങ്ങൾ ഇന്നും ടർപ്പായുടെ കീഴിലായിരിക്കും ജീവിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദികള്? ഈ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ ആണോ? ഈ 67 വർഷം നമ്മുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി യാചിച്ച് വോട്ട് മേടിച്ച LDF-ഉം UDF-ഉം ഇവരാണ് ഇതിന് ഉത്തരവാദികള്. അങ്ങനെ നടന്നു കയറുമ്പോ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ 80 വയസ്സായിട്ടുള്ള അമ്മച്ചി വടിയും കുത്തി പുറത്തേക്ക് കടന്നു വരുന്നു. അമ്മച്ചിയോട് വേറെ ആരുമില്ലേ ഇവിടെ എന്ന ചോദ്യത്തിന് അമ്മച്ചി പറഞ്ഞത്, മൂലയിലേക്ക് നോക്കി. അങ്ങ് മൂലയ്ക്ക് നിലത്ത് തറയില്, വീട് എന്ന് പറയാൻ സാധിക്കില്ല, ഒരു കൂര, ആ തറയില് 40 വയസ്സായിട്ടുള്ള ഒരേ ഒരു മകൻ, ബുദ്ധിമാന്യം സംഭവിച്ച ഒരേ ഒരു മകൻ ആ മൂലയ്ക്ക് ഇരുന്ന് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മേ, ഇന്ന് എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ അകത്തേക്ക് വീണ്ടും പോയി ഒരു കലമെടുത്തുകൊണ്ട് വന്നു. ആ കലത്തിനകത്ത് ഭൂരിഭാഗം വെള്ളം, അതിൽ എണ്ണിയെടുക്കാവുന്ന അത്രയും ചോറും പറ്റുകൾ കിടക്കുകയാണ്. ആ അമ്മ പറയാണ്, ഒരാഴ്ച മുമ്പ് ആരോ 1 കിലോ അരി കൊടുത്തു. ആ 1 കിലോ അരി ഉപ്പ് പോലും ഇടാതെ തിളപ്പിച്ച് ആ അമ്മയും മകനും 7 ദിവസം കഴിഞ്ഞു കൂടി എന്നുള്ളതാണ്. ആരാണ് ഇതിന് ഉത്തരവാദികള്? നിങ്ങളും ഞാനും വോട്ട് കുത്തി വിജയിപ്പിച്ച LDF-ഉം UDF-ഉം ഈ 67 വർഷം കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും രക്തമൂറ്റി കുടിച്ച ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര്. അത് കണ്ട ചിത്രം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇതുപോലെ അല്ലറി വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഞാൻ വ്യവസായിയാണ്. എനിക്ക് അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലേക്കോ എപ്പോ വേണമെങ്കിലും പോകാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അത് സാധിക്കും? അപ്പോ 2012 ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഈ 67 വർഷം ഭരിച്ചവർക്ക്, ഈ കേരളത്തെ കട്ടുമുടിച്ചവർക്ക് നമ്മൾ ഇതുപോലെയും ഒരു പഞ്ചായത്ത് ഉണ്ടാക്കാം എന്ന് കാട്ടിക്കൊടുക്കണമെന്നൊരു വാശിയായിരുന്നു. അങ്ങനെയാണ് 2020 എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ആദ്യമായിട്ട് ഞങ്ങൾ കോളനികളിലേക്ക് ചെന്നു, ലക്ഷം വീട് കോളനികളിലേക്ക്. ഏത് സമയത്തും നിലംപൊത്താവുന്ന വീടുകള്, ഒരു ചുമരിന് ഇരുവശവും 2 കുടുംബങ്ങള്. മഴ പെയ്യുമ്പോ, കാറ്റ് വീശുമ്പോ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മമാര് കരയാണ്. കലം മോളിൽ വെച്ച് കുട്ടികളുടെ തലയിൽ കൈവച്ചുകൊണ്ട്
വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതേ കോളനികളില് 30-40 വീടുകളിലുള്ള കോളനികളില് ഒരു ടാപ്പ് വെള്ളത്തിന് വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് അതിൽ വെള്ളം വരുന്നത്. 40 കുടുംബങ്ങള് ഒരു ടാപ്പിനെ ആശ്രയിച്ച് 1 മണിക്കൂർ വെള്ളത്തെ ആശ്രയിച്ച് 40 കുടുംബങ്ങൾ, ശരാശരി 250 ജീവിതങ്ങള്. ആരാണ് ഇതിന് ഉത്തരവാദികള്? നിങ്ങളോ ഞാനോ ആണോ? നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച 67 വർഷമായിട്ട് ഈ കേരളത്തെ കട്ടുമുടിപ്പിച്ച രാഷ്ട്രീയക്കാര്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, കോളനികളില് 24 മണിക്കൂറും വെള്ളം കൊടുക്കണമെന്ന്. ടാങ്കുകൾ ഉണ്ടാക്കി, കുഴൽക്കിണറുകൾ ഉണ്ടാക്കി, എല്ലാ വീടുകളിലേക്കും ഓരോ പൈപ്പ് കണക്ഷൻ കൊടുത്തു. 24 മണിക്കൂറും സപ്ലൈ കൊടുത്തു. ഒന്നാമത്തെ കോളനിയിൽ ടാങ്ക് നിർമ്മിച്ചു, കണക്ഷൻ കൊടുത്തു. രണ്ടാമത്തേൽ നിർമ്മിച്ചു, കണക്ഷൻ കൊടുത്തു. മൂന്നാമത്തെ വന്നപ്പം മാളേക്കമോളം, നിങ്ങളുടെ അടുത്ത് തന്നെയാണ് മാളേക്കമോളം. പുക്കാട്ടപ്പടി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് തുടങ്ങണം. മാളേക്കമോളം കോളനിയില് ടാങ്കുകള് അതിനുള്ള കുഴിയെടുത്തപ്പോ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ വക സ്റ്റോപ്പ് മെമ്മോ, നിങ്ങളിവിടെ ടാങ്ക് പണിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് മരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം LDF-ഉം UDF-ഉം. അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ തരുമോ? അവർക്കോ അത് കൊടുക്കാൻ സാധിച്ചില്ല. വേറെ ആരെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിക്കണ്ടേ? അതിന് പോലുമുള്ള മനസാക്ഷി ഉണ്ടായില്ല എന്നുള്ളതാണ്. എല്ലാവരും സങ്കടത്തിലായി. അധികാരമുള്ളവരല്ലേ, എന്താണ് ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ തയ്യാറാണോ എന്റെ പിന്നിൽ നിൽക്കാൻ? നമുക്ക് പഞ്ചായത്തിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യാം. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. എത്ര പേരുണ്ടാവും? ഞങ്ങളെല്ലാവരും ഉണ്ടാവും. 200ഓളം ആളുകളുണ്ട്. പക്ഷേ ജാഥ ചെന്നപ്പോ 2000 പേരാണ് പഞ്ചായത്ത് ഞങ്ങൾ വളർത്തിയത്. അങ്ങനെ ഒരാഴ്ചക്കുള്ളില് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം അവിടെ വന്നു. പിന്നെയും ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കി, ഈ നാട് നന്നാക്കണമെങ്കിൽ, ജനങ്ങളുടെ കണ്ണുനീരൊപ്പണമെങ്കിൽ അധികാരമില്ലാതെ അത് നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ഒരു വീട് പണിയാൻ തുടങ്ങിയാൽ അവിടെ തടസ്സം നിൽക്കുക, കുടിവെള്ളം കൊടുക്കാൻ നോക്കിയാൽ അവിടെ തടസ്സം നിൽക്കുക, ഭക്ഷണം കൊടുക്കാൻ നോക്കിയാൽ അവിടെ തടസ്സം നിൽക്കുക. നിങ്ങൾ കേട്ട് കാണും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കിഴക്കമ്പലത്ത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ കെട്ടിടം പൊളിച്ച് കളഞ്ഞവരെ അവർ നിയമത്തിന്റെ ആനുകൂല്യം പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 50% വിലക്കുറവിൽ കൊടുക്കോ? നിർത്തിയില്ല, പിന്മാറിയില്ല. റോഡിലിട്ട് ഞങ്ങൾ വിറ്റു. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരും മഴയത്ത് ടർപ്പായി തലയിൽ വെച്ച് ഞങ്ങൾ വിറ്റു. 50% വിലക്കുറവില്. കെട്ടിടമല്ലേ പൊളിച്ചുള്ളൂ, ഞങ്ങളെ പൊളിക്കാൻ സാധിച്ചില്ലല്ലോ, ഞങ്ങളെ പൊളിച്ചു നീക്കാൻ സാധിച്ചില്ലല്ലോ. അതാണ് കിഴക്കമ്പലത്തിന്റെ ചരിത്രം. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി, അധികാരമില്ലാതെ ഈ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് 2015 കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോ എന്തായി? അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-യും PDP-യും SDPI-യും മുസ്ലിം ലീഗും എല്ലാം ഒരു ഭാഗത്ത്, 2020 എന്ന് പറയുന്ന ജനങ്ങളുടെ പാർട്ടി ഒരു ഭാഗത്ത്. എന്നിട്ടോ കിഴക്കമ്പലത്തിന്റെ 72% വോട്ട് നേടി 19-ൽ 17 സീറ്റുകൾ
സീറ്റുകളും മേടിച്ച് 2015 2020 അധികാരം ഏറ്റെടുത്തു. അധികാരം ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് അവർ പോയത്. 5 വർഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തുകളാക്കി മാറ്റി. എല്ലാ റോഡുകളും BMTCകളാക്കി, ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കി, തോടുകളെല്ലാം ക്ലീൻ ചെയ്തു, ലക്ഷം വീടുകളെല്ലാം ഗോഡ്സ് വില്ലകളാക്കി. അങ്ങനെ എല്ലാ വികസനങ്ങളും നടപ്പിലാക്കിയതിനു ശേഷം 5 വർഷം പൂർത്തിയാക്കുമ്പോൾ 13,57,00,000 രൂപ ജനങ്ങളുടെ പേരിൽ ബാങ്കില് നിക്ഷേപമിട്ടിട്ടാണ് ഞങ്ങൾ ഭരണം അവസാനിപ്പിച്ചത്. 13,57,00,000 രൂപ. വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ ജനങ്ങൾ വിട്ടില്ല. മത്സരിക്കണം, സമീപ പഞ്ചായത്തുകളൊക്കെ പറഞ്ഞു മത്സരിക്കണം. അങ്ങനെ കിഴക്കമ്പലം കൂടാതെ മറ്റ് പ്രദേശങ്ങൾ, സമീപ പ്രദേശങ്ങളെല്ലാം 2020 മത്സരിച്ചു. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി 19 18 സീറ്റുകൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്തുകൾ നൽകി, ജില്ലാ പഞ്ചായത്തുകൾ നൽകി, സമീപ പ്രദേശങ്ങളിലെല്ലാം അവിടെ പ്രതിപക്ഷം പോലും ഇല്ലാതെ സീറ്റുകൾ നൽകി. ഞങ്ങളെ എതിരേറ്റു. ഇന്ന് 2020 5 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. 2020 ഭക്ഷ്യസുരക്ഷാ കാർഡുകള് 55,000 കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്നു. 55,000 കുടുംബങ്ങള് പട്ടിണിയില്ലാതെ 3 നേരം വയറ് നിറച്ച് സുഭിക്ഷമായിട്ട്, സന്തോഷമായിട്ട്, സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. ഒരു വീട് 4 പേര് 5 പേരടങ്ങുന്ന ഒരു വീടിന് 2,500 രൂപ, പരമാവധി വന്നാൽ 3,000 രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യം ഞങ്ങൾ ഒരുക്കി. 2 ആഴ്ച മുമ്പ് നമുക്കറിയാമെന്ന് ജനങ്ങൾ നേരിടുന്ന ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മരുന്ന് കഴിക്കുന്നവരാണ്. ഒരു വീട്ടില് 1000 രൂപയുടെയെങ്കിലും മരുന്ന് മേടിക്കാത്ത വീടുകളുണ്ടോ? 10,000 രൂപയും 15,000 രൂപയുടെയും മരുന്ന് വാങ്ങുന്നവരുണ്ട്. അത് നമുക്കറിയാം. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇരട്ടിയിലധികം വിലയായി. 25 രൂപയിൽ ഉണ്ടായിരുന്ന അരി 2 വർഷം മുമ്പ് ഇപ്പോൾ 55-60 രൂപയായി. അങ്ങനെ പച്ചക്കറികൾ, തക്കാളി മുതൽ എല്ലാ സാധനങ്ങളുടെ വില കൂടി. ആ സമയത്താണ് മരുന്നുകളുടെ വില എല്ലാ മാസവും കൂടുന്നത്. നമ്മൾ അറിയുന്നില്ല എന്നേ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനെ കാർന്നു കൊല്ലുന്ന ഒരു കച്ചവടമായി മാറി. മരുന്ന് മാഫിയകളും രാഷ്ട്രീയ മാഫിയകളും കൂടിയിട്ട് അതിന്റെ ലാഭം രൂപയുടെ മരുന്ന് മേടിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ വില 50 രൂപയിൽ താഴെയാണ്. 950 രൂപ ഇവിടുത്തെ രാഷ്ട്രീയ മാഫിയകളും മരുന്ന് മാഫിയകളും കൂടിയിട്ട് വീതിച്ചെടുക്കുകയാണ്. പാവപ്പെട്ടവനെ കൊന്നുകൊണ്ട്, ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോ നമ്മൾ തീരുമാനിച്ചു അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ തുറക്കണമെന്ന്. അങ്ങനെ ആ മെഡിക്കൽ സ്റ്റോർ 2 ആഴ്ച മുമ്പ് പ്രവർത്തനം തുടങ്ങി. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ അത് പൂട്ടിച്ചു. അവിടെയും ക്രൂരത തന്നെയാണ് അവർ കാണിച്ചത്. അവർക്ക് നൽകാൻ സാധിക്കാത്തത് ആരെങ്കിലും കൊടുത്താൽ അത് നിർത്തലാക്കാൻ പറ്റുമോ? അതിന് കൂട്ടു നിന്നത് അവിടുത്തെ MLA ആണ്, കുന്നത്തുനാട് MLA. കോടതിയെ സമീപിച്ചു. കോടതി ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ആരെങ്കിലും വില കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ തടയുന്നത്? കോടതി തുറന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം നമ്മളത് തുറന്നു. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഒരു ശക്തിക്കും അതിനെ തടയാൻ സാധിക്കില്ല. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് യുദ്ധവും ഞാൻ ചെയ്യും. അപ്പോ അവിടെയാണ് 80% വില കുറവ് കിട്ടുന്നത്. 80% വരെ. 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു, ഞാൻ രാജഗിരിയിൽ നിന്നാണ് എല്ലാ മാസവും മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്, രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന്. ഇത്തവണ ഞാൻ 2020 നിന്ന് മരുന്ന് വാങ്ങി.
4352 രൂപയാണ് ഞാൻ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ 2020 വാങ്ങിയപ്പോൾ എനിക്ക് വെറും 420 രൂപയെ ആയുള്ളൂ. അപ്പോ 3900 രൂപ കുടുംബത്തിന് ബാക്കി വന്നു, മിച്ചം വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആധാർ കാർഡ് ഉണ്ടാവണം, ഡോക്ടർ എഴുതിയ കുറിപ്പുണ്ടാവണം, വേറെ ഒന്നും വേണ്ട. നിങ്ങളാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ആധാർ കാർഡ്, ഡോക്ടർ എഴുതിയ കുറിപ്പ് നിർബന്ധമാണ്. കാരണം അതില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ അവർ കൂട്ടും, വീണ്ടും സീല് വയ്ക്കും. അപ്പൊ അതുകൊണ്ട് നിയമപരമായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അവർ നോക്കിയിരിക്കുക കഴുകനെ പോലെ. കാരണം എന്താണെന്നറിയോ? ഈ നാട് നന്നാവാൻ, ഈ രാജ്യം നന്നാവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ രക്ഷപ്പെടാൻ അവർ സമ്മതിക്കില്ല. നിങ്ങൾ ഓടിട്ട വീടുകളിൽ നിന്ന് ടർപ്പായുടെ കീഴിലേക്ക് പോകണം, പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോകണം. ഒരു കാലത്തും നിങ്ങൾ രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു വർഗമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, നമ്മളെ ഭരിക്കുന്നവര്. കാരണം നിങ്ങൾ നന്നായാൽ അവർക്ക് നന്നാകാൻ സാധിക്കില്ല. നിങ്ങളുടെ പട്ടിണിയാണ് അവരുടെ ഓരോ വോട്ടും. 2018 നമ്മൾ പ്രളയത്തെ നേരിട്ടു, 2019 നേരിട്ടു, 20 21 കോവിഡിനെ നേരിട്ടു. എല്ലാവരും പട്ടിണിയായി, കുടുംബങ്ങൾ പട്ടിണിയായി. രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി ഏറ്റവും നല്ല അവസരമാണിത്. അവരെന്താണ്, ഒരു കിറ്റ് കാണിച്ചു നമ്മുടെ മുമ്പില്. ആ കിറ്റിൽ വാങ്ങി എല്ലാവരും പോയി വരിയായിട്ട് നിന്ന് 99 സീറ്റ് കൊടുത്തു. എന്താണ്? നമ്മുടെ ദാരിദ്ര്യം, പട്ടിണി, നിവൃത്തികേട് കൊണ്ട് അത് മേടിച്ച് കഴിച്ചു. അതിന് തിരിച്ചൊരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ നമ്മൾ വോട്ട് ചെയ്തു. ഇപ്പൊ എന്തായി? സാത്താനും കടലിനും ഇടയ്ക്കായി. നമ്മൾ ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. കൊള്ളയടിച്ച് നമ്മുടെ രക്തം വരെ ഊറ്റി കുടിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ശരീരം മാത്രമേ അവർ തിന്നാനുള്ളൂ, ബാക്കിയെല്ലാം തിന്നു കഴിഞ്ഞിരിക്കുന്നു. ശമ്പളം കൊടുക്കാൻ പൈസയില്ല, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ലൈഫിന് വീട് അനുവദിച്ച് എല്ലാവരും പൊളിച്ചു. ഇപ്പൊ എന്താണ്? എല്ലാവരും ടർപ്പായുടെ കീഴിലായി. ഉള്ള പെരയും പൊളിച്ച് വീട് പണിയാൻ പറ്റത്തില്ല, അതിനും പൈസയില്ല. ആ സാഹചര്യത്തിലേക്ക് പോയി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഇടുക്കിയില് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ പ്രചരണത്തിന് ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു CPM-ന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. LDF വിജയിച്ചില്ലെങ്കിലും UDF-നെ വിജയിപ്പിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെയൊക്കെ പമ്പര വിഡ്ഢികളാക്കാണ് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്, ഒരമ്മ പെറ്റ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് സ്ഥാനാർത്ഥികളെ നിർത്തി നമ്മളെ കബളിപ്പിക്കുന്നത്, നമ്മളെ വഞ്ചിക്കുന്നത്? LDF-ന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്, CPM-ന്റെ മുഖ്യമന്ത്രി പറയാണ് LDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന്. എത്ര ലജ്ജാഭാവമായിരിക്കുന്നു! എന്തിന് ജനങ്ങളെ ഇവരൊക്കെ ശത്രുക്കളാണെന്ന് വരുത്തി തീർത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു? ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരാളെ നിർത്തിയാൽ പോരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും തിങ്കളാഴ്ച സമയമുണ്ട്. തന്റെ ഇടത്തോടെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ട് പത്രിക പിൻവലിക്കട്ടെ. തിങ്കളാഴ്ച ആണത്തമുണ്ടെന്ന് പറയാ പാർട്ടിക്ക്. അല്ലാതെ ഇവിടെ കള്ളനും പോലീസ് കളിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയല്ല ചെയ്യേണ്ടത്. തന്റെ ഇടത്തോടെ പറയണം, ഞങ്ങൾ രണ്ടുപേരും ഒറ്റ പാർട്ടിയാണ്, അതുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളെയും എന്നെയും ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്, വിഡ്ഢികളാക്കുകയല്ലേ ചെയ്യുന്നത്. അവിടെയാണ് രാഷ്ട്രീയക്കാരുടെ കാപട്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയിരിക്കുന്ന അവസാന ബസ്സാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നമുക്കറിയാം,
നമ്മുടെ നെഞ്ചില് 100 കൂട്ടം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് പറയും? ആര് കേൾക്കാൻ? അത്രമാത്രം സങ്കടങ്ങൾ ഒതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. പണമുണ്ടായതുകൊണ്ട് കാര്യമില്ല. എനിക്കുമുണ്ട് ഒരുപാട് സങ്കടങ്ങൾ. ഈ നാടിനെ ഓർത്ത്, ഇവിടുത്തെ ആളുകളെ ഓർത്ത്. അപ്പോ നിങ്ങളും ഞാനുമെല്ലാം ഏത് സമയത്തും പൊട്ടുമെന്നുള്ള രീതിയിൽ ഒരുപാട് സങ്കടങ്ങൾ, പ്രയാസങ്ങൾ നെഞ്ചിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ് ദൈവം തന്നിട്ടുള്ളൂ. നമ്മുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ. നമ്മുടെയൊക്കെ ചിന്ത അതാണ്. ഞാനും ചിന്തിക്കുന്ന അതാണ്, നിങ്ങളും ചിന്തിക്കുന്ന അതാണത്. നമുക്ക് കിട്ടാതെ പോയ സൗഭാഗ്യം നമ്മുടെ കുട്ടികൾക്കെങ്കിലും കിട്ടട്ടെ. അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കുടുംബം പണയം വെക്കുന്നു, വീട് പണയം വെക്കുന്നു, നമ്മുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നു, കിട്ടാവുന്ന സ്ഥലത്ത് നിന്നെല്ലാം വായ്പ എടുക്കുന്നു ഭീമമായ പലിശയ്ക്ക്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ കുട്ടികളൊക്കെ നാട് വിട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷം കുട്ടികളായി ഇവിടെ നിന്ന് നാട് വിട്ടത്. ഈ നശിച്ച നാടിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസവും കിട്ടില്ല, തൊഴിലും കിട്ടില്ല. അതുകൊണ്ട് രക്ഷപ്പെടുകയാണ് അവര്. അപ്പോഴും നമ്മള് നെഞ്ചത്ത് വിഷമിച്ചോടെ നമ്മുടെ മക്കള് വളർത്തി വലുതാക്കി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന മക്കള് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ, അന്യ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുമ്പോ ഇഷ്ടം കൊണ്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ആർക്കും ഇഷ്ടമല്ല, ഒരച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. കുട്ടികൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ അച്ഛനമ്മമാര്. അപ്പൊ അത്രമാത്രം നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് അവർ യാത്രയായിരുന്നത്. ഈ പോയവരാരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? ആരാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത്? ഈ 67 വർഷം നമ്മളെ ഭരിച്ച് കട്ടുമുടിച്ചവര്. ഇനി അവിടെ പഠിക്കാൻ പോയി ഏതെങ്കിലും കുട്ടികൾ തിരിച്ചു വരുമോ? ഇവിടെ വന്നാൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ പറ്റുമോ അവർക്ക്? അപ്പൊ അവർ ജോലി ചെയ്ത് അവിടെ ജീവിക്കും. ഒരു കാലത്തും അവർ തിരിച്ചു വരില്ല ഈ നശിച്ച നാടിലേക്ക്. അപ്പൊ എന്താണ് സംഭവിക്കുക? സ്വപ്നം കണ്ട് വളർത്തി താലോലിച്ച് വളർത്തിയ മക്കള് അവരുടെ സാമീപ്യമില്ലാതെ നമ്മൾ ദുഃഖിച്ച് ജീവിക്കേണ്ട സാഹചര്യം. നിങ്ങൾക്കറിയാം, നിങ്ങളും ഞാനും ഒക്കെ ഈ ലോകത്തുനിന്ന് ഒരു ദിവസം വിട്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മളെ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വരാന്തയിലോ ഹോസ്പിറ്റലുകളിലോ മൂക്കിൽ കൂടി ട്യൂബ് കയറ്റി, കഴുത്തിൽ കൂടി ട്യൂബ് കയറ്റി, കൈയും കാലും ഇട്ട് സൈക്കിൾ ചവിട്ടി കിടക്കുമ്പോ നമ്മുടെ മക്കളെ ഒന്ന് കാണാൻ നമ്മൾ കൊതിക്കും. ആർക്കെങ്കിലും സാധിക്കുമോ? ഇനി അവസാനം ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുമ്പോ ഒരു തുള്ളി വെള്ളം നമ്മുടെ വായിൽ ഒഴിച്ചു തരാൻ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ആ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി ഒരു 20 വർഷം LDFനെയും UDFനെയും മാറി മാറി പരീക്ഷിച്ചു കഴിഞ്ഞാൽ മലയാളി എന്ന് പറയുന്ന ഒരു വർഗം കേരളത്തിൽ ഉണ്ടാവില്ല. അല്പമെങ്കിലും തലക്കകത്തുള്ളവനൊക്കെ ഈ നാട് വിട്ടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ പറയാണ് ഞങ്ങളുടെ എല്ലാം വോട്ട് 2020 അതുകൊണ്ടായില്ല. ഈ ഇടത്തല പഞ്ചായത്തിന് മാത്രം ഏതാണ്ട് 30,000 വോട്ടുണ്ട്. ഇന്ന് മുതൽ ഇനി 20 ദിവസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വീടുകൾ തോറും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകള് 20 വോട്ട് വെച്ച് നിങ്ങൾ പിടിച്ചാൽ മതി. 2020 സ്ഥാനാർത്ഥി ഡൽഹിയിലെത്തിയിരിക്കും. 20 വോട്ട് ഓരോരുത്തരും പിടിക്കുക. നിങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങി യാചിക്കണം. 67 വർഷം LDFനെയും UDFനെയും നിങ്ങൾ വിജയിപ്പിച്ചില്ലേ? ഒരു തവണ ഞങ്ങളുടെ പാർട്ടി 2020 പാർട്ടി, പാവങ്ങളുടെ പാർട്ടി, പാവങ്ങളുടെ വാഹനത്തിന് ഓട്ടോറിക്ഷയ്ക്ക് ഒരു വോട്ട് എന്ന് ചോദിച്ച് യാചിക്കണം നിങ്ങൾ. അങ്ങനെ യാചിച്ചു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വിജയിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തില് തങ്കലിപികൾ എഴുതി ചേർക്കും. ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങള് ഉറച്ച തീരുമാനമെടുത്തു. LDFനെയും UDFനെയും വേണ്ട എന്ന് വെച്ച് 2020 വിജയിപ്പിച്ചു. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ
2 MP നമുക്ക് കിട്ടുന്നു എന്നുള്ളതല്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ചാലക്കുടിയിലെ MP, എറണാകുളം ജില്ലയിലെ MP 2020 സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത 2025 വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എടത്തല പഞ്ചായത്ത് അടക്കം കേരളത്തിലെ 943 പഞ്ചായത്തുകളും 2020 ഭരിച്ചിരിക്കും. മാത്രവുമല്ല, അതിനെ തുടർന്ന് 2025-26 ഏപ്രിൽ മാസം 5 മാസം, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ 2 പാർലമെന്റ് അംഗങ്ങളെയും പഞ്ചായത്ത് നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്ത് 2026 140 മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് മാത്രമല്ല കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന പാർട്ടിയായിട്ട് 2020 മാറും. അങ്ങനെ മാറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ ഇവിടെ ഒരു ചാലക്കുടിയിൽ ഒരു MP ജയിക്കുകയല്ല ചെയ്യുന്നത്. ആ MP ജയിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ 3.5 കോടി ജനങ്ങള് 85 ലക്ഷം കുടുംബങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങി യാചിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടികൾ വിശന്ന് കരയുമ്പോൾ കണ്ണുനീര് ഉള്ളിലൊതുക്കിക്കൊണ്ട് വേങ്ങി വിങ്ങി കരയുന്ന അമ്മമാരും പോലും ഓർക്കണം, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഈ കേരളം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വോട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിങ്ങൾ യാചിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കിക്കോളൂ, നമ്മൾ യാചിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ കണക്ക് പുസ്തകങ്ങളില് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ നമ്മള് ഈ ലോകത്തിനോട് ഇവിടുത്തെ പാവപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും. അപ്പോ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സമയം വൈകിട്ടില്ല. 20 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ആ 20 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാവും. നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഇവിടെ നിന്ന് ഗതികേട് കൊണ്ട് നാട് വിട്ടുപോയവരുമെല്ലാം തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് വരും. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. നമ്മുടെ ചിഹ്നമായ വോട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആഞ്ഞ് കുത്തണം നിങ്ങൾ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേ സദസ്സിലും ഞാനും നമ്മുടെ തിരഞ്ഞെടുത്ത 2020 MP-യുമായിട്ട് വീണ്ടും നിങ്ങളെ വന്ന് കാണും, ഉറപ്പ്.